ഹായ് എവ്രി വൺ, വെൽക്കം ടു ഇംഗ്ലീഷ് കാഫേ. നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിൽ ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും പഠിച്ചായിരുന്നു അല്ലേ? സോ എല്ലാവരും ക്ലാസ്സസ് എല്ലാം കേൾക്കുന്നില്ലേ? ഓക്കെ, ക്ലാസ്സസ് കേട്ടാൽ മാത്രം പോരാ, ഹോംവർക്ക് എല്ലാം സമയത്തിന് സബ്മിറ്റും ചെയ്യണം. അതേപോലെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് പേഴ്സണൽ ട്യൂട്ടേഴ്സിനോട് ചോദിച്ച് ക്ലിയറും ചെയ്യണം. ഇതെല്ലാം എല്ലാവരും ചെയ്യുന്നില്ലേ? ഓക്കെ, ആ ഒരു വിശ്വാസത്തിൽ നമുക്കിനി അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, ഇന്ന് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ എവിടെ വെച്ച് എന്ത് ഇംഗ്ലീഷ് സംസാരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കുറച്ച് വാക്കുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുകയാണെങ്കിലും ഈ വാക്കുകൾ നിങ്ങൾക്ക് ആവശ്യം വരും. ഓക്കെ, സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിൻ്റെ പേര് പറയട്ടെ? ഓക്കെ, പേരാണ് പ്രോനൗൺസ്. ഓൾറൈറ്റ്, പ്രോനൗൺസ്. ഇനി ഈ പ്രോനൗൺസിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ഈ വാക്കിനെ നമുക്കൊന്ന് രണ്ടാക്കി തിരിക്കാം. ഓക്കെ, സോ രണ്ടാക്കുമ്പം ആദ്യം ഒരു പ്രോ പിന്നെ ഒരു നൗണ്. ഓക്കെ, പ്രോനൗൺസ്. അപ്പോൾ ഈ നൗൺസ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കേട്ട് വന്നൊരു വാക്കാണ് അല്ലേ? നൗൺസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ഓർക്കുന്നുണ്ടോ എല്ലാവരും? ഓർക്കുന്നുണ്ടോ? നൗൺസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ, അത് ഏത് തന്നെയായാലും എന്ത് തന്നെയായാലും ഒരു കാര്യത്തിൻ്റെ പേരിനെ വിശേഷിപ്പിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ നൗൺസ് എന്ന് പറയുക അല്ലേ? ഓർമ്മയില്ലേ? ഓക്കെ, ഇപ്പം എൻ്റെ പേര് അപ്ഷിത എന്ന് പറയുമ്പം ഇവിടെ നൗൺ ഏതാണ്? അപ്ഷിതയാണ്. ദിസ് ഈസ് എ പെൻ എന്ന് പറയുമ്പം ഇതിൽ നൗൺ ഏതാണ്? പെന്നാണ്. അത് ഈ ഒരു വസ്തുവിൻ്റെ, ഈ ഒരു ഐറ്റമിൻ്റെ പേരാണ് നൗൺ അല്ലേ? സോ പെൻ എന്നുള്ളത് ഇതിൻ്റെ പേരാണ്. അപ്പം ആ പേരിന് പറയുന്ന വാക്കുകളെയാണ് നമ്മൾ നൗൺ എന്ന് പറയുക. ഇതൊരു ബോർഡാണ്. അപ്പം ഈ ഒരു വസ്തുവിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് ബോർഡ്. സോ ദാറ്റ് ഈസ് എ നൗൺ. ഓക്കെ, അപ്പോൾ പല വേർഡും ഉണ്ടാവും, പല നൗൺസും ഉണ്ടാവും. അത് ചിലപ്പോൾ ഒരാളുടെ പേരായിരിക്കാം, ഒരു ഗ്രൂപ്പിൻ്റെ പേരായിരിക്കാം. ഫോർ എക്സാമ്പിൾ, ക്യാറ്റ് എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്, പക്ഷെ എൻ്റെ ക്യാറ്റിൻ്റെ പേര് ഹാച്ചി എന്നാണ്. അപ്പം ഹാച്ചി എന്നുള്ളത് ഒരു വേറൊരു നൗണാണ്. മനസ്സിലായി? അപ്പം ചിലപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ പേരായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ പേരുമായിരിക്കാം. ഇതിനെല്ലാം ആക്ച്വലി റൂൾ പ്രകാരം വേറെ വേറെ വാക്കുകളാണ് കേട്ടോ. പ്രോപ്പർ നൗൺ ഉണ്ട്, കോമൺ നൗൺ ഉണ്ട്, അങ്ങനെ ഒരുപാട് നൗൺസ് ഉണ്ട്. അതിലേക്ക് നമ്മൾ പോകുന്നില്ല, വെറുതെ കോംപ്ലിക്കേറ്റ് ചെയ്ത് പഠിക്കേണ്ട. അപ്പം നിങ്ങളിങ്ങനെ വിചാരിച്ചാൽ മതി, എന്ത് തന്നെ ആയാലും പേരാണെങ്കിൽ ഇത് നൗൺ ആണെന്ന് മാത്രം ഓർത്താൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഞാൻ ഒരാളെ പറ്റി പറയണം. ഇപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് അഞ്ജലി എന്നാണ്. അപ്പം ഞാൻ പറയാണ്, അഞ്ജലി ഈസ് എ ഗുഡ് ഗേൾ, അഞ്ജലി ലീവ്സ് ഇൻ ബാംഗ്ലൂർ, അഞ്ജലി സ്റ്റഡീസ് ഇൻ 12th grade. ഇങ്ങനെ ഞാൻ അഞ്ജലി ലിവ്സ് വിത്ത് ഹർ പേരൻസ്, അഞ്ജലി ലവ്സ് സിംഗിങ് എന്ന് ഞാനിങ്ങനെ അഞ്ജലിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാണ്. ഇത് തന്നെ ഞാൻ മലയാളത്തിലേക്ക് പറഞ്ഞു നോക്കാം. ഓക്കെ, അഞ്ജലി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അഞ്ജലി ബാംഗ്ലൂരിലാണ് ജീവിക്കുന്നത്. അഞ്ജലി 12ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അതേപോലെ അഞ്ജലിക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണ്. അഞ്ജലി അച്ഛൻ്റെ പേരൻസിൻ്റെ കൂടെയാണ്, മാതാപിതാക്കളുടെ കൂടെയാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഞാൻ അഞ്ജലിയെ പറ്റി 5 കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഓരോ തവണയും ഞാൻ അഞ്ജലി ഇത് ചെയ്യുന്നു, അഞ്ജലി അത് ചെയ്യുന്നു, അഞ്ജലി അവിടെയാണ്, അഞ്ജലി ഇവിടെയാണെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ശരിക്കും നമ്മൾ ഒരാളോട് പറയുമ്പം ഇങ്ങനെ ആയിരിക്കുമോ പറയാ? ആണോ? ഒരാളെ പറ്റി പറയുമ്പോൾ നമ്മൾ എല്ലാ തവണ ഇങ്ങനെ അഞ്ജലി 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 എന്ന് എടുത്ത് പറയോ? ഇല്ല. നമ്മൾ ആദ്യത്തെ സെന്റൻസ് ചിലപ്പം അഞ്ജലി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറയും. പിന്നീട് നമ്മൾ അഞ്ജലിയെ പറ്റി എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ അവൾ അല്ലെങ്കിൽ ഇവൾ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വിശേഷിപ്പിക്കുന്നത് അല്ലേ? അഞ്ജലി ഒരു നല്ല കുട്ടിയാണ് അല്ലെ, അഞ്ജലി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, അവള് ബാംഗ്ലൂരാണ് നിൽക്കുന്നത്, അതും അവളുടെ അച്ഛനും അമ്മൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. ആൻഡ് അവൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അവൾ 12ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അതേപോലെ അഞ്ജലിക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണെന്ന് പറയുന്നതിൻ്റെ പകരം അവൾക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണെന്നായിരിക്കും നമ്മൾ പറയാം അല്ലേ? അപ്പോൾ ഈ അഞ്ജലി എന്നുള്ളൊരു വേർഡിനെ നമ്മൾ റീപ്ലേസ് ചെയ്തത് ഏത് വേർഡ് വെച്ചാ? അഞ്ജലിയുടെ പകരമായി നമ്മൾ ഉപയോഗിച്ചത് അവൾ എന്നുള്ളൊരു വാക്കാണ് അല്ലേ? അവൾ. അപ്പം അഞ്ജലി എന്നുള്ളത് ഒരു നൗൺ ആണ്, നമുക്കറിയാലോ. യെസ്. അപ്പൊ ഈ അഞ്ജലിയുടെ പകരം നമ്മൾ യൂസ് ചെയ്ത വാക്കില്ലേ അവൾ എന്ന് പറയുന്നത്, അതാണ് നമ്മുടെ പ്രോനൗൺ. എന്താണ്? പ്രോനൗൺ. അപ്പം നൗണിന്റെ പകരമായി നമ്മൾ ചില സാഹചര്യങ്ങളിൽ യൂസ് ചെയ്യുന്ന വാക്കുകൾ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പ്രോനൗൺ എന്ന് പറയുന്നത്. എന്താണ്? പ്രോനൗൺ. ഓക്കെ, അപ്പം എപ്പോഴും നൗണിന്റെ പകരമായി യൂസ് ചെയ്യുന്നത്. ഇതിനെ തന്നെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഇതെല്ലാം ഓർത്ത് വെക്കണം എന്നില്ല. സംസാരിക്കുന്ന സമയത്ത് ആരും ചോദിക്കില്ല ഫസ്റ്റ് പേഴ്സൺ ആണോ സെക്കൻഡ് പേഴ്സൺ ആണോ. പക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ തിരിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നത്. പഠിക്കാനും കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, സോ ആദ്യം തന്നെ ഫസ്റ്റ് പേഴ്സൺ നോക്കാം. അതായത് പ്രോനൗൺസിനെ 3 പാർട്ടാക്കി തിരിച്ചിട്ടുണ്ടെന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഒന്ന് ഫസ്റ്റ് പേഴ്സൺ, ഒന്ന് സെക്കൻഡ് പേഴ്സൺ, പിന്നെ ഒന്ന് തേർഡ് പേഴ്സൺ. അങ്ങനെ 3 പെർസ്പെക്റ്റീവ്സ് ആണ്. അതായത് ഒരു കാര്യം നമുക്ക് 3 രീതിയിലായിട്ട് കാണാൻ പറ്റും. അപ്പം ആ 3 രീതികളെയാണ് നമ്മൾ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, അതേപോലെ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് പേഴ്സണിൽ വരുന്ന പ്രോനൗൺസ് ഏതൊക്കെയാണ്? ഐയും
വിയും. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, വി എന്ന് പറഞ്ഞാൽ നമ്മൾ. ഓക്കെ, അപ്പോൾ അത് ആക്ച്വലി ചെറിയൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ഐ എന്നുള്ളത് നമ്മൾ സിംഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നതും വി എന്നുള്ളത് പ്ലൂറൽ ആയിട്ട് യൂസ് ചെയ്യുന്നതുമാണ്. സിംഗുലർ പ്ലൂറൽ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? പഠിച്ചിട്ടുണ്ടാവും. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു വസ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഒന്നാണെങ്കിൽ സിംഗുലർ, ഒന്നിലധികമാണെങ്കിൽ അത് പ്ലൂറൽ ആയിരിക്കും. ഒന്നിലധികമാണെങ്കിൽ എന്തായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. അപ്പം ഐ എന്ന് പറഞ്ഞാൽ ഞാനാണോ? ഒറ്റ ആളല്ലേ ഉള്ളൂ. അപ്പം അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ. ഇത് ഓർത്തെടുക്കാൻ സിംഗിൾ എന്ന് ആലോചിച്ചാൽ മതി. സിംഗിൾ എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നുള്ള മീനിങ് ആണ് അല്ലേ. അപ്പം സിംഗുലർ ആണ് ഐ. അങ്ങനെയാണെങ്കിൽ വി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നുള്ള മീനിങ് ആണ്. നമ്മൾ. അപ്പോൾ ഒന്നിലധികം ആൾക്കാരില്ലേ അവിടെ? ഒന്നിലധികം ഉണ്ട്. അപ്പം അതെന്തായി? പ്ലൂറലായി. അപ്പം ഐ സിംഗുലറും വി പ്ലൂറലും ആണ്. ഇനി യു എന്നുള്ള വേർഡ് നോക്കിക്കേ. യു എന്ന് പറഞ്ഞാൽ എന്താണ്? നീ എന്നാണ് അല്ലെ. നീ എന്ന് പറഞ്ഞാൽ യു ആണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് വേർഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്? നിങ്ങൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? യു ആണ് നീ. അപ്പം നിങ്ങൾ എന്താണ്? അതും യു തന്നെയാണ്. എന്താണ്? യു തന്നെയാണ്. അതായത് ഞാൻ വിചാരിക്കുന്നത് എന്താ പറയുക, ഇംഗ്ലീഷുകാർ പ്രത്യേകിച്ച് അങ്ങനെ മൂത്തതാണെന്ന് വിചാരിച്ചിട്ട് ഏട്ടൻ, ചേച്ചി, ഇക്കാക്ക എന്നൊന്നും വിളിക്കാറില്ല അല്ലേ. അവരെന്താ വിളിക്കുക? അവർ എത്ര വലിയ ആൾക്കാരാണെങ്കിലും മിസ്റ്റർ സ്മിത്ത് അല്ലെങ്കിൽ എന്താ പറയുക മിസ്സസ് ജെനിഫർ അങ്ങനെയൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. അതായത് ഓരോരുത്തരുടെ പേര് വെച്ചിട്ട് അതിന് മുന്നേ ഈ മിസ്റ്ററോ മിസ്സോ മിസ്സസോ അങ്ങനെയൊക്കെ ആയിരിക്കും അവർ വിളിക്കാറുള്ളത്. അപ്പോൾ പൊതുവേ ഇരിക്കും ഈ ചേട്ടൻ ചേച്ചി എന്നുള്ള ആ ഒരു ബഹുമാനം നമ്മുടെ ഇവിടുത്തെ പോലെയുള്ള ആ ഒരു രീതിയല്ല അവരവിടെ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ യു എന്ന് പറയുന്നത് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും യു തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ? യെസ്. അപ്പം നീ എന്ന് പറഞ്ഞാലും നിങ്ങൾ എന്ന് പറഞ്ഞാലും അത് യു തന്നെയാണ്. ഒരാളായാലും ഒന്നിലധികമായാലും ഇളയതായാലും മൂത്തതായാലും എല്ലാം നമ്മൾ യു തന്നെയാണ് പറയുക. ഓക്കെ, ക്ലിയർ ആണോ? ഫോർ എക്സാമ്പിൾ നമ്മൾ ക്ലാസ്സിൽ ഒരു സ്റ്റുഡൻറ്റിനോട് പറയാണ് നീ ഭയങ്കരമായിട്ട് ഒച്ച ഇടുന്നുണ്ട്, യു ആർ ടോക്കിംഗ് ലൗഡ്ലി എന്ന് പറയും. യു ആർ ടോക്കിംഗ് ലൗഡ്ലി എന്ന് പറഞ്ഞാൽ നല്ല ഒച്ച എടുത്ത് സംസാരിക്കുക എന്ന് പറയാണ്. അപ്പോൾ യു ആർ ടോക്കിംഗ് ലൗഡ്ലി എന്ന് പറഞ്ഞാൽ നീ ഒച്ചത്തിൽ സംസാരിക്കുന്നു എന്നാണ് അർത്ഥം. ഇനി നമ്മൾ മൊത്തം ക്ലാസ്സിനോട് പറയാണ് നിങ്ങൾ ഒച്ച കൂട്ടിയാണ് സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ എന്തായിരിക്കും പറയുക? യു ആർ ടോക്കിംഗ് ലൗഡ്ലി തന്നെയാണ് പറയുക. അവിടെയും യു തന്നെയാണ്. അപ്പോൾ സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും യു ആണ്. അപ്പം സെക്കൻഡ് പേഴ്സൺ എപ്പോഴും യു ആണ്. അത് ഏതായാലും സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ തേർഡ് പേഴ്സണിലേക്ക് പോവാം. തേർഡ് പേഴ്സൺ ഏതൊക്കെയാണെന്നറിയോ? സിംഗുലർ ആണെങ്കിൽ ഹീ ഷീ ഇറ്റും, പ്ലൂറൽ ആണെങ്കിൽ ദേയുമാണ്. ഓക്കെ, സിംഗുലർ ആണെങ്കിൽ ഹീ ഷീ ഇറ്റ്. ഹീ എന്ന് പറഞ്ഞാൽ അവൻ, ഷീ എന്ന് പറഞ്ഞാലോ അവൾ, ഇറ്റ് എന്ന് പറഞ്ഞാലോ അത്. അതേപോലെ ദേ എന്ന് പറഞ്ഞാലോ അവർ, അവർ. ഓക്കെ, അവരെ പറ്റി പറയുമ്പം അത് ഒന്നിലധികം ആൾക്കാരാന്ന് അറിയാം. സോ ഇറ്റ് ഇസ് പ്ലൂറൽ. അതേപോലെ അവൻ, അവൾ, അത് എന്നൊക്കെ പറയുമ്പം ഒറ്റൊരു സാധനത്തിനെ പറ്റിയല്ലേ നമ്മൾ പറയുന്നത്. അപ്പം അത് സിംഗുലറോ ആയി. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഇത് ഓർത്തെടുക്കാൻ ഒരു ചെറിയൊരു ട്രിക്കും കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ പഠിച്ചത് ഇങ്ങനെയാണ്. അപ്പം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുമോ നോക്കൂ. ഓക്കെ, ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആണ്. ആദ്യം വരുന്നത് ആരാ? ഞാനും നമ്മളും. ഞാൻ എപ്പോഴും ഫസ്റ്റ് ആണ്. അതേപോലെ നമ്മളും ഫസ്റ്റ് ആണ്. നമ്മൾ ഉൾപ്പെടെ ഉള്ള ആൾക്കാരാണല്ലോ. വി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മളും ഉണ്ട് ഇല്ലേ. വി എന്ന് പറഞ്ഞാൽ നമ്മൾ. ആ നമ്മൾ എന്ന് പറയുമ്പോൾ ഞാനും ഉൾപ്പെടെ ഉള്ള ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എപ്പോഴും ഫസ്റ്റ് ആയിരിക്കും. പിന്നെ സെക്കൻഡ് പേഴ്സൺ വേണം നിനക്ക് വെച്ചോ, നീ യു. ഓക്കെ, യു ക്യാൻ ടേക്ക് ദ സെക്കൻഡ് പൊസിഷൻ. ദാറ്റ് ഇസ് സെക്കൻഡ് പേഴ്സൺ നീ. തൊട്ടടുത്തുള്ള ആളാണ് നീ. അപ്പം നീ എന്ന് പറയുമ്പം സെക്കൻഡ് ആണ്. ഇനി പറയുന്നത് തേർഡ് പേഴ്സൺ എന്ന് പറയുമ്പം അവൻ, അവർ, അവൾ, അത് എന്നൊക്കെ പറയുമ്പം കുറച്ച് ദൂരെയുള്ള അവനെ പറ്റി അല്ലേ, നമ്മുടെ തൊട്ടടുത്തില്ല, വേറെ തന്നെ ഒരാളെ പറ്റി പറയാമെന്ന് ആലോചിക്കുക. അപ്പം അവരെന്തായി? തേർഡ് പൊസിഷനായി. ഹീ ഷീ ഇറ്റും അതേപോലെ ദേ എന്നുള്ള വാക്ക് തേർഡ് പൊസിഷനായി. ഐയും വിയും ഏതാണ്? ഫസ്റ്റ് പേഴ്സൺ ആണ്. യു ഏതാണ്? സെക്കൻഡ് പേഴ്സൺ ആണ്. ഹീ ഷീ ഇറ്റും ദേയും തേർഡ് പേഴ്സൺ ആണ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് ഓർത്തെടുക്കാൻ പറ്റിയില്ലേ? ഓക്കെ, സോ ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാം കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസും കൂടി നോക്കാം. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പം ആദ്യം നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആക്ഷൻ ചെയ്യുവാണെങ്കിൽ അതാണ് ഫസ്റ്റ് പേഴ്സൺ. സോ ഐ ആം എ ഡാൻസർ. ഞാനൊരു ഡാൻസറാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഐ എന്നുള്ളത് ഫസ്റ്റ് പേഴ്സൺ ആണ്. വി ആർ പ്ലേയിങ് ഫുട്ബോൾ. നമ്മൾ ഫുട്ബോൾ കളിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഏതാണ് ഫസ്റ്റ് പേഴ്സൺ? വി ആണ്. വി ഇവിടെ വന്നിട്ടുണ്ട്, ഫസ്റ്റ് പേഴ്സൺ. ഓക്കെ, അടുത്തത് യു ആർ എ ക്ലെവർ ബോയ്. നീ ഒരു നല്ല ബുദ്ധിശാലിയായ കുട്ടിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഏതാണ് ഇവിടെ പേഴ്സൺ ആയിട്ട് വന്നത്? യു ആണ്. അപ്പോൾ യു ഏത് പേഴ്സൺ ആണ്?
സെക്കൻഡ് പേഴ്സൺ ആണ്. നേരെ മറിച്ച് ക്ലെവർ ബോയ്സ് പ്ലൂറൽ യു ആർ ക്ലെവർ ബോയ്സ് എന്ന് പറയുമ്പം ഇവിടെ സെക്കൻഡ് പേഴ്സൺ ആയിട്ട് വരുന്ന വാക്ക് ഏതാണ്? അവിടെയും യു തന്നെയാണ്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ. ഹി ഓർ ഷീ കുക്സ് ഫുഡ്. ഹീ കുക്സ് ഫുഡ് അല്ലെങ്കിൽ ഷീ കുക്സ് ഫുഡ്, ഏതായാലും കുഴപ്പമില്ല. അപ്പം അവിടെ അവൻ ഫുഡ് കുക്ക് ചെയ്യുന്നു, അതേപോലെ അവൾ ഭക്ഷണം ഉണ്ടാക്കുന്നു എന്നാണ്. അപ്പം വേറെ തന്നെ ഒരാളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്, നമ്മളല്ല വേറൊരാളെ പറ്റി നമ്മൾ പറയാണ്. സോ അവിടെ അത് തേർഡ് പേഴ്സൺ ആയി. ഇറ്റ് റൺസ് ഫാസ്റ്റ്, അത് വേഗം ഓടും. അപ്പം അതും നമ്മൾ വേറെ തന്നെ ഒരു സാധനത്തിനെ പറ്റി പറയാണ് അല്ലെ, നമ്മളായിട്ട് പറയല്ല. അത് എന്ന് പറയുമ്പം അതെന്തായി? തേർഡ് പേഴ്സൺ ആയി. ഇനി അവസാനത്തേത് ദേ ആർ കമ്മിങ് ടുമോറോ, അവര് നാളെ വരുന്നുണ്ട്. അവരെ പറ്റിയാ പറയുന്നത്, നമ്മളെ പറ്റിയല്ല, എന്നെ പറ്റിയല്ല, നിന്നെ പറ്റിയല്ല. പകരം ആരെ പറ്റിയാ പറയുന്നത്? അവരെ പറ്റി, വേറെ തന്നെ ഒരു ആൾക്കാരെ പറ്റിയാണ്. അപ്പൊ അതും എന്തായി? തേർഡ് പേഴ്സൺ ആയി. ക്ലിയർ ആണോ? ഓക്കെ. സോ ഇംഗ്ലീഷിൽ ആക്ച്വലി ഐ വി യു ഹി ഷീ ഇറ്റ് ദേ ഈ വാക്കുകളൊക്കെ അല്ലേ, ഈ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, ഇതിനൊക്കെ പറയുന്ന വേറൊരു വാക്കുണ്ട്. എന്താണെന്നറിയോ? പ്രോനൗൺസ് തന്നെയാണ്. പ്രോനൗൺസിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. അതിൽ പേഴ്സണൽ പ്രോനൗൺസ് ആണ് ഇതെല്ലാം. ഓക്കെ, പേഴ്സണൽ പ്രോനൗൺസ് ആണ് ഈ ഐ വി യു ഹി ഷീ ഇറ്റ്സ് ദേ. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ തന്നേ ഉള്ളൂ. ആരും ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് ഹീ ഈസ് എ ഗുഡ് ഡാൻസർ എന്ന് പറയുമ്പോൾ ഓ ഹിയോ അത് ഏത് പ്രോനൗൺ ആണ് എന്ന് ചോദിക്കില്ല അല്ലേ. നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഒരു ഇൻഫർമേഷൻ തന്നേ ഉള്ളൂ. പേഴ്സണൽ പ്രോനൗൺ എന്നാണ് ഇതിനെല്ലാം പറയുന്നത്. ഇതല്ലാണ്ടും വേറെ ഒരുപാട് പ്രോനൗൺസ് ഉണ്ട്. അതിൽ ചിലത് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. അപ്പം ഇനി നമുക്ക് പ്രോനൗൺസിന്റെ വേറൊരു വിഭാഗം കൂടി പഠിക്കാം. ഓക്കെ, സോ അതെന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം നമുക്ക് ഇത്രയും പഠിച്ചത് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ. സോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പേഴ്സണൽ ട്യൂട്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചോളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതെന്തായാലും നോട്ട് ഡൗൺ ചെയ്തോളൂ. ആക്ച്വലി ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ എന്താണ്, ഏതൊക്കെയാണ് എന്നൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.